ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ടു ബി ചീഫ് ഗസ്റ്റ് ഓഫ് RD സെലിബ്രേഷൻ ദിസ് ഇയർ. ഈ വർഷത്തെ RD ആഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായിരിക്കും. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വരാൻ പോകുന്ന റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചീഫ് ഗസ്റ്റ് ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യാതിഥി ആരായിരിക്കും? പ്രബോവോ സുബിയാന്റോ. ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷം ഇത് 76ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷമാണ്. ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ചീഫ് ഗസ്റ്റ് ആണ് പ്രബോവോ സുബിയാന്റോ. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി പ്രബോവോ സുബിയാന്റോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? ഇന്തോനേഷ്യ. നമ്മൾ നേരത്തെ ന്യൂസ് ഹെഡിംഗ് തന്നെ പറഞ്ഞിരുന്നു, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് വരാൻ പോകുന്ന RD സെലിബ്രേഷന്റെ മുഖ്യാതിഥി. ഏത് 2 വർഷങ്ങളിലാണ് ഇന്ത്യ മുഖ്യാതിഥി ഇല്ലാതെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആഘോഷിച്ചത്? 2021, 2022. 2 years 2021 2022 RD പരേഡിന്റെ ആ ഒരു സെലിബ്രേഷനിൽ ചീഫ് ഗസ്റ്റ് ഇല്ലാതിരുന്നത് കാരണം കോവിഡായിട്ട് ബന്ധപ്പെട്ട്. 2020 മാർച്ച് ആയപ്പോഴേക്കാണ് കോവിഡ് ഇന്ത്യയിൽ പതിയെ പടരാൻ തുടങ്ങിയതും ലോക്ക്ഡൌൺ ആരംഭിച്ചിട്ടുള്ളതും. അതിനുശേഷം നെക്സ്റ്റ് ഇയർ 2021 2022 ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല. 1950 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ആദ്യ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു ആദ്യത്തെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിൽ മുഖ്യാതിഥി. ഈ പ്രാവശ്യം 2025 RD സെലിബ്രേഷന്റെ മുഖ്യാതിഥിയാണ് പ്രബോവോ സുബിയാന്റോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ബിക്കംസ് 4th country to achieve സ്പേസ് ഡോക്കിംഗ് അനൗൺസസ് ISRO. ബഹിരാകാശ ഡോക്കിംഗ് നേടുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ISRO പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റും, ചരിത്രപരമായിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റും ഈ ഒരു നേട്ടം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 ജനുവരി 16 ISROയുടെ ചരിത്ര നേട്ടം എന്തായിരുന്നു? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പോഡാക്സ്. സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ്സിനെ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്ന സാറ്റലൈറ്റ്സിനെ അടുപ്പിച്ച് ഒരൊറ്റ ഭാഗമായിട്ട് മാറ്റുന്ന, അതായത് അടുപ്പിച്ച് ഒരൊറ്റ ഇതിലേക്ക് മാറ്റുന്ന ഒന്നിനെ ഡോക്കിംഗ് എന്ന് പറയാറുണ്ട്. നമുക്ക് ഈ ഡോക്കിംഗ് എന്ന വാക്ക് തുറമുഖത്ത് കപ്പലുകളെ അടുപ്പിക്കുമ്പോൾ അവിടെയും പറയാറുണ്ട് ഡോക്കിംഗ് എന്ന വാക്ക്. ഇവിടെയും സാറ്റലൈറ്റ്സിൽ അടുപ്പിക്കുക എന്നതാണ് ഡോക്കിംഗ്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളതും. ജനുവരി 16 ഇന്ത്യ ആ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ദൗത്യം ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 30. ഡിസംബർ 30 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡോക്കിങ്ങിന് വേണ്ടിയുള്ള ആ മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-60 ഉപയോഗിച്ചുള്ള സ്പോഡക്സ് ബഹിരാകാശ പേടകം 2024 ഡിസംബർ 30 ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം. ഇവിടെ പറയുന്ന 3-4 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഏത് ലോഞ്ച് വെഹിക്കിൾ ആണ് സ്പാഡക്സ് എന്ന് പറയുന്ന ഈ ഒരു മിഷന് വേണ്ടി അത് എത്തിച്ചിട്ടുള്ളത്? അത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-60 ആണ്. കൂടാതെ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ഡിസംബർ 30 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിൽ ഉൾപ്പെട്ട 2 ISRO ഉപഗ്രഹങ്ങൾ ഏതാണ്? SDX-01 ചേസർ, SDX-02 ടാർഗറ്റ്. 2 സാറ്റലൈറ്റ്സ്. ഈ 2 സാറ്റലൈറ്റ്സിനെ ഡിസംബർ 30 വിക്ഷേപിക്കുകയും അതിനുശേഷം ആ 2 സാറ്റലൈറ്റ്സിനെ അടുപ്പിച്ച് എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ് ഡോക്കിംഗ്. ഈ ഡോക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള 2 സാറ്റലൈറ്റ്സ് ആണ്, ഒന്ന് SDX-01 എന്ന് പറയുന്ന ചേസറും മറ്റൊന്ന് SDX-02 എന്ന് പറയുന്ന ടാർഗറ്റും. ഈ ഒരു ഡോക്കിംഗ് ആണ് ജനുവരി 16 ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് കൈവരിച്ചിട്ടുള്ളത്. അത് ചരിത്രപരമായിട്ട് പറയുമ്പോൾ വലിയൊരു നേട്ടം തന്നെയായിരുന്നു
ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ. ഇന്ത്യക്ക് മുമ്പ് ഡോക്കിംഗ് ശേഷി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്ത 3 രാജ്യങ്ങൾ ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന. ഇന്ന് സ്പേസ് രംഗത്ത് ഏറ്റവും കൂടുതലായിട്ട് പവർഫുള്ളായിട്ട് നിൽക്കുന്ന 3 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, നാസ. മറ്റൊന്ന് റഷ്യയാണ്, റഷ്യയുടെ റോസ്കോസ്മോസ്. മൂന്നാമത്തത് ചൈനയുടെ CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാസ, റോസ്കോസ്മോസ്, CNSA. ഇപ്പോൾ 4ാമത്തതാണ് ഇന്ത്യ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സെൻട്രൽ അപ്രൂവ്സ് ക്രിയേഷൻ ഓഫ് 2 ന്യൂ CISF റിസർവ് ബറ്റാലിയൻ. 2 പുതിയ CISF റിസർവ് ബറ്റാലിയനുകൾ സൃഷ്ടിക്കാൻ കേന്ദ്രം അംഗീകാരം നൽകി. ഇപ്പോൾ CISF ആയി ബന്ധപ്പെട്ട് ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബറ്റാലിയൻ ശക്തിയെ 13 നിന്ന് 15 ആയി വർദ്ധിപ്പിക്കാൻ ഏത് അർദ്ധസൈനിക വിഭാഗത്തിന് അനുമതി ലഭിച്ചു? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISF. CISF ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള CISFന്റെ ബറ്റാലിയൻ ഇതിന്റെ സ്ട്രെങ്ത് ആയിരുന്നു 13. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ബറ്റാലിയൻസ് കൂടി CISFനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതിയാണ്, അപ്രൂവൽ ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ഇപ്പോൾ CISFന് 15 ബറ്റാലിയൻസ് ആണ് ഇനി ഉണ്ടാവുക. CISF ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആണിത്. 2 ബറ്റാലിയൻസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വികസിപ്പിക്കുന്നതിന് ഏത് മന്ത്രാലയം അംഗീകാരം നൽകി? ആഭ്യന്തര മന്ത്രാലയം, MHA. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് CISF. CISFന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ മിക്കവാറുമല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ്, അതായത് ഇന്ത്യൻ ഓയിൽ, എയർപോർട്ട്, ഇവയുടെ സെക്യൂരിറ്റീസ് ഇത് CISF ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഇവയില്ലാത്തതിൻ്റെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. 2 പുതിയ ബറ്റാലിയനുകൾ അംഗീകാരത്തോടെ ഏകദേശം എത്ര സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർക്കും? 2500. ഈ 2 ബറ്റാലിയൻസ് കൂടിക്കഴിഞ്ഞാൽ CISFന്റെ സ്ട്രെങ്ത് വീണ്ടും ഒരു 2500ഓളം പേരെയാണ് വർദ്ധിപ്പിക്കുക. ഏതാണ്ട് 1.5 ലക്ഷം പ്ലസ് ആണ് CISFന്റെ സ്ട്രെങ്ത്. 1969 മാർച്ച് 10-ാം തീയതിയാണ് CIS രൂപീകൃതമായിട്ടുള്ളത്. CISFന്റെ ഡയറക്ടർ ജനറൽ ആണ് രജ്വിന്ദർ സിംഗ് ബാട്ടി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്തോനേഷ്യ ഇനിഷ്യേറ്റ് $450 million ബ്രഹ്മോസ് മിസൈൽ എക്സ്പോർട്ട് ഡീൽ. $450 million ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി കരാറിന് ഇന്തോനേഷ്യ തുടക്കം കുറിച്ചു. ഇതൊരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് $450 million കരാർ അവസാനിപ്പിച്ചത്? ഇന്തോനേഷ്യ. അതായത് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഫൈനൽ ലെവലിലേക്ക് എത്തി. അതായത് $450 million ഒരു കരാർ ആണ് ബ്രഹ്മോസ് മിസൈൽ ആയിട്ട് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കരാറിൽ എത്തിയിട്ടുള്ളത്. ബ്രഹ്മോസ് മിസൈൽ നമുക്കറിയാം, ഇന്ത്യ റഷ്യ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു മിസൈൽ ആണത്. ഈ മിസൈലിന്റെ പേര് വന്നിട്ടുള്ളത് ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ റഷ്യയുടെ മോസ്കോവ എന്ന് പറയുന്ന ഈ 2 നദികളുടെ പേരാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഈ ഒരു മിസൈലിന് നൽകിയിട്ടുള്ളത്. 2023 ഏത് രാജ്യവുമായാണ് ബ്രഹ്മോസ് മിസൈൽ വിതരണം ചെയ്യാൻ ഇന്ത്യ ഒരു കരാർ അവസാനിപ്പിച്ചത്? ഫിലിപ്പൈൻസ്. 2023 ഇന്ത്യ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകുന്നതിന് വേണ്ടിയുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്തോനേഷ്യ ആയിട്ടുള്ള ഒരു കരാർ ആണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. $450 million. ഇന്ത്യ ഫിലിപ്പൈൻസ് നൽകാൻ സംബന്ധിച്ച മിസൈലുകളുടെ പരിധി എത്രയാണ്? 290 കിലോമീറ്റർ, 2.8 മാക് വേഗതയും. 2023 കരാർ പ്രകാരം ഇന്ത്യ ഫിലിപ്പൈൻസിന് നൽകുന്ന ആ മിസൈലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 290 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.8 മാക് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് ടു കണ്ടക്ട് ജോയിന്റ് എക്സസൈസ് ഡേവിൾ സ്ട്രൈക്ക്. ഡേവിൾ സ്ട്രൈക്ക് എന്ന സംയുക്ത അഭ്യാസം നടത്താൻ ഇന്ത്യൻ സായുധ സേന. ഡിഫൻസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 16 മുതൽ ജനുവരി 19 വരെ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും പ്രത്യേക സേനയും
ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസം ഏതാണ്? ഡേവിൾ സ്ട്രൈക്ക് എക്സസൈസ്. ഡേവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ഇത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു എക്സസൈസ് ആണ്. ഇന്ത്യയിലെ സ്പെഷ്യൽ ഫോഴ്സ് ആണ് NSG, ഗരുഡ, മാർക്കോസ് എന്നിവയെല്ലാം. ഇന്ത്യൻ വ്യോമസേനയുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ എക്സസൈസ് ഡേവിൾ സ്ട്രൈക്കിന്റെ ലക്ഷ്യം എന്താണ്? വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുക, അതായത് എൻഹാൻസിംഗ് ഓപ്പറേഷണൽ റെഡിനെസ് ഇൻ എ ചലഞ്ചിങ് എൻവയോൺമെന്റ്. സെക്യൂരിറ്റി ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ടെക്നോളജി എന്നിവയെല്ലാം വരുന്നു. ഇതനുസരിച്ച് ഓരോ എക്സസൈസും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ കൂടുതൽ പവർഫുൾ ആക്കുന്ന ഓരോ എക്സസൈസ് ആണ്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണിപ്പോൾ ജനുവരി 16, അതായത് ഇന്നലെ ആരംഭിച്ചു. ജനുവരി 19 വരെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും സ്പെഷ്യൽ ഫോഴ്സ് ഈ 3 ഫോഴ്സ് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഡേവിൾ സ്ട്രൈക്ക്. എക്സസൈസ് ഡേവിൾ സ്ട്രൈക്ക് എവിടെയാണ് നടത്തുന്നത്? ഇന്ത്യൻ വടക്കൻ അതിർത്തിയിൽ, നോർത്തേൺ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തേൺ ബോർഡേഴ്സിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡേവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ ടു ഇനോഗ്രേറ്റ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഓൺ 17 ജനുവരി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ജനുവരി 17 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു എക്സ്പോ ആണ് നടക്കാൻ പോകുന്നത് ഇന്ന് 17 ഡിസംബർ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 17 മുതൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭാരത് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ എക്സ്പോ നടക്കാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ പറയുന്ന എല്ലാ തരത്തിലുള്ള കാറുകൾ അതിൻ്റെ ഒരു എക്സ്പോ ആണ് നടക്കാൻ പോകുന്നത് ഇന്ന് 17 ഡിസംബറിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബിലിറ്റി എക്സ്പോ ആയ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ജനുവരി 17 ആരാണ് ഉദ്ഘാടനം ചെയ്യുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ജനുവരി 17 ഇന്ന് ഭാരത് എക്സ്പോന്റെ ഉദ്ഘാടനമാണ്. ഇത് നടത്താൻ പോകുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അതിർത്തികൾക്കപ്പുറം ഭാവി ഓട്ടോമാറ്റീവ് മൂല്യ ശൃംഖലയുമായി സഹകരിച്ച് സൃഷ്ടിക്കൽ ഏത് ആഗോള എക്സ്പോയുടെ പ്രമേയമാണ്? ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025. ബിയോണ്ട് ബൗണ്ടറീസ്, കോ ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ ഓട്ടോമാറ്റീവ് വാല്യൂ ചെയിൻ. ഈ ഒരു തീം ആണ് ഈ പ്രാവശ്യത്തെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025യുടെ. ബിയോണ്ട് ബൗണ്ടറീസ്, കോ ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ ഓട്ടോമാറ്റീവ് വാല്യൂ ചെയിൻ. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഡേവിൾസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.